8-11-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ദേഹി അഭിമാനിയാകൂ, എങ്കിൽ സർവ്വരോഗങ്ങളും സമാപ്തമാകും. നിങ്ങൾ ഡബിൾ കിരീടധാരിയായ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. ചോദ്യം: ബാബയുടെ മുന്നിൽ ഏത് കുട്ടികളാണ് ഇരിക്കേണ്ടത്? ഉത്തരം: ആർക്കാണോ ജ്ഞാന ഡാൻസ് ചെയ്യുവാൻ അറിയാവുന്നത്. ജ്ഞാന ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ ബാബയുടെ മുന്നിലുണ്ടായിരിക്കുമ്പോൾ ബാബയുടെ മുരളിയും അങ്ങനെയുള്ളത് നടക്കുന്നു. അഥവാ ആരെങ്കിലും മുന്നിലിരുന്ന് അവിടെയും ഇവിടെയും നോക്കുകയാണ് എങ്കിൽ ബാബ മനസ്സിലാക്കും, ഈ കുട്ടി ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ബാബ ബ്രാഹ്മണിമാരോടും പറയും, നിങ്ങൾ ഇയാളെ എന്തിനു കൊണ്ടുവന്നു? ബാബയുടെ മുന്നിലും കോട്ടുവായിടുന്നു. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബാബയെ ലഭിച്ചിരിക്കുന്നു. അതിലൂടെ സന്തോഷത്തിൽ നൃത്തമാടേണ്ടതാണ്. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവൻ. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ആത്മീയ ബാബയെ നമ്മൾ ഓർമ്മിച്ചു വന്നു. ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനെന്നും നീ തന്നെ മാതാവും പിതാവുമെന്നും വീണ്ടും വന്ന് നമുക്ക് അളവറ്റ സുഖം നൽകൂ. നമ്മൾ ദുഃഖിതരാണ് എന്ന്. ഈ മുഴുവൻ ലോകവും ദുഃഖിയാണ്. കാരണം ഇത് കലിയുഗി പഴയ ലോകമാണ്. പഴയ ലോകത്തിൽ അഥവാ പഴയ വീട്ടിൽ ഇത്രയും സുഖമുണ്ടാവുക സാധ്യമല്ല. എത്രയാണോ പുതിയ ലോകത്തിലും പുതിയ വീട്ടിലും ഉണ്ടായിരിക്കുന്നത്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികൾ, ആദി സനാതന ദേവി ദേവതമാരായിരുന്നു. നമ്മൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എത്ര ജന്മങ്ങൾ പാട്ട് അഭിനയിച്ചു എന്ന് തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു 84 ലക്ഷം പുനർജന്മമെന്ന്. ഓരോരോ പുനർജന്മവും എത്ര വർഷത്തിൻ്റെതാണ് ഉണ്ടാവുക? 84 ലക്ഷത്തിൻ്റെ കണക്കിലാണെങ്കിൽ സൃഷ്ടിചക്രം വളരെ വലുതായേനെ. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളുടെ പിതാവാണ് നമ്മെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നത്. നമ്മളും ദൂരദേശത്ത് വസിക്കുന്നവരാണ്. നമ്മൾ ഇവിടെ വസിക്കുന്നവരല്ല. ഇവിടെ നമ്മൾ പാട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ബാബയെയും നമ്മൾ പരംധാമത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ഈ അന്യദേശത്ത് വന്നിരിക്കുന്നു. ശിവനെ ബാബ എന്ന് പറയും, രാവണനെ ബാബ എന്ന് പറയില്ല, ഭഗവാനെ ബാബ എന്ന് പറയും. ബാബയുടെ മഹിമ വേറെയാണ്. 5 വികാരങ്ങളുടെ മഹിമ ആരെങ്കിലും ചെയ്യുമോ? ദേഹാഭിമാനം വളരെ വലിയ രോഗമാണ്. നമ്മൾ ദേഹി അഭിമാനി ആകുമെങ്കിൽ ഒരു രോഗവും ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്കറിയാം, ശിവബാബ ആത്മാക്കളായ നമ്മെ പഠിപ്പിക്കുന്നു. ഏതെല്ലാം സത്സംഗങ്ങളും മറ്റുമുണ്ടോ, നമ്മെ ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കും എന്ന് എവിടെയും മനസ്സിലാക്കുകയില്ല. രാജപദത്തിനു വേണ്ടി പഠിപ്പിക്കുമല്ലോ. രാജാവാക്കി മാറ്റുന്നവനായി രാജാവ് തന്നെ വേണമല്ലോ. സർജൻ പഠിപ്പിച്ച് തനിക്ക് സമാനം സർജനാക്കി മാറ്റും. ശരി, ഡബിൾ കിരീടധാരി ആക്കി മാറ്റുന്നയാൾ എവിടെ നിന്നും വരും? നമ്മെ ഡബിൾ കിരീടധാരി ആക്കുവാൻ. അതിനാൽ മനുഷ്യർ പിന്നെ ഡബിൾ കിരീടധാരിയായ ശ്രീകൃഷ്ണനെ വച്ചിരിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ എങ്ങനെ പഠിപ്പിക്കും? തീർച്ചയായും ബാബ സംഗമത്തിൽ വന്നിട്ടുണ്ടാകും. വന്ന് രാജധാനി സ്ഥാപിച്ചിട്ടുണ്ടാകും. ബാബ എങ്ങനെ വരുന്നു? ഇത് നിങ്ങൾക്കല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലുണ്ടാകില്ല. ദൂരദേശത്ത് നിന്നും ബാബ വന്ന് നമ്മെ പഠിപ്പിക്കുന്നു, രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, എനിക്ക് പ്രകാശത്തിൻ്റെയോ രത്നജഡിതമോ ആയ കിരീടമില്ല. ആ ഒന്ന് ഒരിക്കലും രാജപദം നേടുന്നില്ല. ഡബിൾ കിരീടധാരി ആകുന്നില്ല. മറ്റുള്ളവരെ ആക്കി മാറ്റുന്നു. ബാബ പറയുന്നു,
ഞാൻ അഥവാ രാജാവാകുന്നു എങ്കിൽ പിന്നെ ദരിദ്രനും ആകേണ്ടി വരും. ഭാരതവാസികൾ ധനികരായിരുന്നു, ഇപ്പോൾ ദരിദ്രരാണ്. നിങ്ങളും ഡബിൾ കിരീടധാരിയാകുന്നു. അപ്പോൾ നിങ്ങളെ ആക്കുന്നവനും ഡബിൾ കിരീടധാരി ആയിരിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ യോഗവും ഉണ്ടാകണം. ആര് എങ്ങനെയായിരിക്കുമോ അതേപോലെ തനിക്ക് സമാനമാക്കി മാറ്റും. സന്യാസിമാർ പരിശ്രമിച്ച് സന്യാസിയാക്കി മാറ്റും. നിങ്ങൾ ഗൃഹസ്ഥി, അവർ സന്യാസി. അപ്പോൾ പിന്നെ നിങ്ങൾ ഫോളോവേഴ്സ് അല്ല. പറയുന്നു, ഇന്നയാൾ ശിവാനന്ദന്റെ ഫോളോവറാണ്. എന്നാൽ ആ സന്യാസിമാർ തലമുണ്ടനം ചെയ്യുന്നവരാണ്. നിങ്ങളാകട്ടെ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ പിന്നെ ഫോളോവർ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഫോളോവർ എന്നാൽ ഉടൻ വസ്ത്രം മാറി കാഷായം ധരിക്കുന്നവർ. നിങ്ങളാണെങ്കിൽ ഗൃഹസ്ഥത്തിൽ വികാരങ്ങളിൽ ഇരിക്കുന്നു. പിന്നെ ശിവാനന്ദന്റെ ഫോളോവേഴ്സ് എന്നെങ്ങനെ പറയും? ഗുരുവിൻ്റെ കാര്യം തന്നെ സദ്ഗതി ചെയ്യുക എന്നതാണ്. ഇന്നയാളെ ഓർമ്മിക്കൂ എന്ന് ഗുരു പറയില്ല. എങ്കിൽ പിന്നെ സ്വയം ഗുരുവായില്ല. മുക്തിധാമിലേക്ക് പോകുന്നതിന് വേണ്ടി യുക്തി ആവശ്യമാണ്. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ വീടാണ് മുക്തിധാമം അഥവാ നിരാകാരി ലോകം. ആത്മാവിനെ പറയുന്നത് നിരാകാരി സോൾ എന്നാണ്. ശരീരം 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. ആത്മാക്കൾ എവിടെ നിന്നാണ് വരുന്നത്? പരംധാമമാകുന്ന നിരാകാരി ലോകത്തിൽ നിന്നാണ്. അവിടെ വളരെയധികം ആത്മാക്കൾ വസിക്കുന്നു. അതിനെ പറയുന്നത് സ്വീറ്റ് സൈലൻസ് ഹോം എന്നാണ്. അവിടെ ആത്മാക്കൾ ദുഃഖത്തിൽ നിന്നും സുഖത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഇത് നല്ല രീതിയിൽ ഉറപ്പിക്കണം. നമ്മൾ സ്വീറ്റ് സൈലൻസ് ഹോമിൽ വസിക്കുന്നവരാണ്. ഇവിടെ ഇത് നാടകശാലയാണ്. ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. ഈ നാടകശാലയിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ വിളക്കുകൾ ഉണ്ട്. ഈ നാടകശാല എത്ര മൈലുകളുടേതാണ് എന്ന് കണക്കെടുക്കുവാൻ സാധിക്കില്ല. എയ്റോപ്ലെയിനിൽ മുകളിലേക്ക് പോകുന്നു, എന്നാൽ അതിൽ വീണ്ടും മടങ്ങിയും വരാൻ തക്കവണ്ണം അത്രയും പെട്രോളും മറ്റും നിറയ്ക്കുവാൻ സാധിക്കുന്നില്ല. അത്രയും ദൂരത്തേക്ക് പോകുവാൻ സാധിക്കില്ല. ഇത്രയും മൈൽ വരെ ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. മടങ്ങി വരുന്നില്ലെങ്കിൽ പിന്നെ നിലം പതിക്കും. സമുദ്രത്തിൻ്റെ അഥവാ ആകാശ തത്വത്തിൻ്റെ അന്തിമം കണ്ടെത്തുവാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് തൻ്റെ അങ്ങേയറ്റം വരെ ഉള്ളതും നൽകുന്നു. ആത്മാവ് ഈ ആകാശ തത്വത്തിൽ നിന്നും ഉപരി പോകുന്നു. എത്ര വലിയ റോക്കറ്റാണ്! നിങ്ങൾ ആത്മാക്കൾ എപ്പോൾ പവിത്രമായി മാറുന്നു, അപ്പോൾ പിന്നെ റോക്കറ്റിനെ പോലെ നിങ്ങൾ പറക്കുവാൻ തുടങ്ങും. എത്ര ചെറിയ റോക്കറ്റാണ്! സൂര്യചന്ദ്രന്മാർക്കും ഉപരിയായി മൂലവതനത്തിലേക്ക് പോകും. സൂര്യചന്ദ്രന്മാരുടെയും അറ്റം വരെയും കണ്ടെത്തുവാൻ വളരെ പരിശ്രമിക്കുന്നു. ദൂരെയുള്ള നക്ഷത്രങ്ങളും മറ്റും എത്ര ചെറുതായി കാണപ്പെടുന്നു! ശരിക്കും വളരെ വലുതാണ്. നിങ്ങൾ പട്ടം പറത്തുമ്പോൾ മുകളിൽ എത്ര ചെറുതായി കാണപ്പെടുന്നു, അതുപോലെ ബാബ പറയുന്നു, നിങ്ങളുടെ ആത്മാവ് ഏറ്റവും തീവ്രമാണ്. സെക്കൻഡിൽ ഒരു ശരീരത്തിൽ നിന്നും മാറി മറ്റൊരു ഗർഭത്തിൽ പോയി പ്രവേശിക്കുന്നു. ആരുടെയെങ്കിലും കർമ്മങ്ങളുടെ കണക്ക് ലണ്ടനിലാണ് എങ്കിൽ സെക്കൻഡിൽ ലണ്ടനിൽ പോയി ജനിക്കും. സെക്കൻഡിൽ ജീവൻ മുക്തി എന്നും പാടപ്പെട്ടിട്ടുണ്ടല്ലോ. കുട്ടി ഗർഭത്തിൽ നിന്നും പുറത്തു വന്നു, അധികാരിയായി, അവകാശിയായി മാറി. കുട്ടികളായ നിങ്ങളും ബാബയെ അറിഞ്ഞു, എന്നാൽ വിശ്വത്തിൻ്റെ അധികാരിയായി മാറി. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് വന്ന് നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നത്. സ്കൂളിൽ ബാരിസ്റ്ററെ പഠിക്കുമ്പോൾ ബാരിസ്റ്ററായി മാറും. ഇവിടെ നിങ്ങൾ ഡബിൾ കിരീടധാരി ആകുന്നതിനായി പഠിക്കുന്നു. അഥവാ പാസ്സാവുകയാണ് എങ്കിൽ ഡബിൾ കിരീടധാരി തീർച്ചയായും ആകും. എങ്കിലും സ്വർഗത്തിൽ തീർച്ചയായും വരും. നിങ്ങൾക്കറിയാം, ബാബയാണെങ്കിൽ സദാ അവിടെ തന്നെയാണ് വസിക്കുന്നത്. ഓ ഗോഡ് ഫാദർ,
എന്ന് പറയുമ്പോഴും ദൃഷ്ടി തീർച്ചയായും മുകളിൽ പോകും. ഗോഡ് ഫാദർ ആണെന്നിരിക്കെ തീർച്ചയായും ആ ഒന്നിന് ഒരു പാർട്ടും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിനെ പൂന്തോട്ടക്കാരൻ എന്നും പറയുന്നു. വന്ന് മുള്ളുകളിൽ നിന്നും പുഷ്പമാക്കി മാറ്റുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബ വന്നിരിക്കുകയാണ് ഈ അന്യദേശത്തിൽ. ദൂരദേശത്ത് വസിക്കുന്നവൻ അന്യദേശത്ത് വന്നിരിക്കുന്നു. ദൂരദേശത്ത് വസിക്കുന്നവൻ ബാബ തന്നെയാണ്. ആത്മാക്കളും അവിടെ വസിക്കുന്നു. ഇവിടെ പിന്നെ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു. അന്യദേശം എന്നതിൻ്റെ അർത്ഥം ആരും അറിയുന്നില്ല. മനുഷ്യരാകട്ടെ ഭക്തി മാർഗത്തിൽ എന്ത് കേൾക്കുന്നുവോ അത് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് ഇംപ്യോർ ആയിരിക്കുന്നതിലൂടെ പറക്കുവാൻ സാധിക്കുന്നില്ല. പ്യോർ ആകാതെ തിരിച്ച് പോകുവാനും സാധിക്കില്ല. പതീത പാവനൻ എന്ന് ഒരേ ഒരു ബാബയെയാണ് പറയുന്നത്. ആ ഒന്നിന് വരേണ്ടതും സംഗമത്തിലാണ്. നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ നമ്മെ ഡബിൾ കിരീടധാരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ ഉയർന്ന പദവി മറ്റൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ഡബിൾ കിരീടധാരി ആകുന്നില്ല. ഞാൻ വരുന്നത് തന്നെ ഒരു തവണയാണ്, അന്യദേശത്ത്, അന്യ ശരീരത്തിൽ. ഈ ദാദായും പറയുന്നു, ഞാൻ ശിവനല്ല, എന്നെ ലഖീരാജ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ സറണ്ടർ ആയപ്പോൾ ബാബ ബ്രഹ്മാവ് എന്ന നാമം വെച്ചു. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. 84 ജന്മങ്ങളുടെയും കണക്കുണ്ടാകേണ്ടതാണല്ലോ. അവരാണെങ്കിൽ 84 ലക്ഷം എന്ന് പറയുന്നു. അത് തികച്ചും ഇമ്പോസിബിൾ ആണ്. 84 ലക്ഷം ജന്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. ഓർമ്മ പോലും ഉണ്ടാവുകയില്ല. 84 ലക്ഷം ജീവജന്തുക്കളിൽ പക്ഷി മൃഗാദികൾ എല്ലാം വരുന്നു. മനുഷ്യന്റെ ജന്മമാണ് ദുർലഭമായി പാടപ്പെടുന്നത്. മൃഗങ്ങൾക്ക് നോളജ് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങളെ ബാബ വന്ന് നോളജ് പഠിപ്പിക്കുന്നു. സ്വയം പറയുന്നു, ഞാൻ രാവണ രാജ്യത്തിൽ വരുന്നു. മായ നിങ്ങളെ എത്ര കല്ല് ബുദ്ധിയാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബ നിങ്ങളെ പവിഴ ബുദ്ധിയാക്കുന്നു. ഇറക്കുന്ന കലയിൽ നിങ്ങൾ കല്ല് ബുദ്ധിയായി പോയി. ഇപ്പോൾ വീണ്ടും ബാബ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു. നമ്പർ വാർ ആയിരിക്കുമല്ലോ. ഓരോരുത്തർക്കും തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ മനസ്സിലാക്കണം. മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടേതാണ്. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തെങ്കിലും ഈ ചിന്ത നടത്തൂ. ബാബ, നമ്മൾ അങ്ങയുടെ ഓർമ്മയിൽ ഉറങ്ങുന്നു. നമ്മൾ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് പോലെയാണ്. താങ്കളുടെ അടുക്കൽ വന്നു ചേരുന്നു. ഇങ്ങനെ ബാബയെ ഓർമ്മിച്ച് ഉറങ്ങൂ. എന്നിട്ട് നോക്കൂ എത്ര രസം വരുന്നു എന്ന്. സാക്ഷാത്കാരവും ഉണ്ടായേക്കാം. എന്നാൽ ഈ സാക്ഷാത്കാരങ്ങളിലും മറ്റും സന്തോഷിക്കരുത്. ബാബ, നമ്മൾ അങ്ങയെ തന്നെ ഓർമ്മിക്കുന്നു. അങ്ങയുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ബാബയെ നിങ്ങൾ ഓർമ്മിച്ച് വളരെ സുഖമായി പോകും. സൂക്ഷ്മവദനത്തിലേക്കും പോയേക്കാം. മൂലവദനത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ഇപ്പോൾ തിരിച്ചു പോകുവാനുള്ള സമയം എവിടെയാണ് വന്നിരിക്കുന്നത്? പിന്നെ ബിന്ദുവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായി. പിന്നെ ചെറിയ ചെറിയ ആത്മാക്കളുടെ വൃക്ഷം കാണപ്പെടും. നിങ്ങൾക്ക് വൈകുണ്ഠത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ലേ? അതേപോലെ സാക്ഷാത്കാരം ഉണ്ടായി എങ്കിൽ നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് പോകും എന്നല്ല. അങ്ങനെയല്ല. അതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ പ്രയത്നിക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ആദ്യം സ്വീറ്റ് ഹോമിലേക്ക് പോകും. എല്ലാ ആത്മാക്കളും പാർട്ട് അഭിനയിക്കുന്നതിൽ നിന്നും മുക്തമാകും. ആത്മാവ് ഏതുവരെ പവിത്രമായിട്ടില്ല അതുവരെ പോകുവാൻ സാധിക്കില്ല.
ബാക്കി സാക്ഷാത്കാരത്തിലൂടെ യാതൊന്നും ലഭിക്കുന്നില്ല. മീരയ്ക്ക് സാക്ഷാത്കാരമുണ്ടായി, വൈകുണ്ഠത്തിലേക്ക് പോയതൊന്നുമില്ല. വൈകുണ്ഠമാകട്ടെ സത്യയുഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വൈകുണ്ഠത്തിൻ്റെ അധികാരിയാകുന്നതിനായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാബ ധ്യാനത്തിൽ, അതായത് ട്രാൻസിലും മറ്റും ഇത്രയും പോകുവാൻ അനുവദിക്കുന്നില്ല. കാരണം നിങ്ങൾക്കാണെങ്കിൽ പഠിക്കേണ്ടതുണ്ടല്ലോ. ബാബ വന്ന് പഠിപ്പിക്കുന്നു, സർവരുടെയും സദ്ഗതി ചെയ്യുന്നു, വിനാശവും മുന്നിൽ നിൽക്കുന്നു. ബാക്കി അസുരന്മാരുടെയും ദേവതമാരുടെയും യുദ്ധമില്ല. അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം ആവശ്യമാണ്. ബാക്കി നിങ്ങളുടെ യുദ്ധം മായയോടാണ്. നിങ്ങൾ വളരെ പ്രശസ്തരായ വാരിയേഴ്സാണ്, യോദ്ധാക്കളാണ്. എന്നാൽ ദേവിമാർ ഇത്രയും പാടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഭാരതത്തെ യോഗബലത്തിലൂടെ സ്വർഗമാക്കി മാറ്റുന്നു. നിങ്ങൾക്കിപ്പോൾ ബാബയെ ലഭിച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിലൂടെ പുതിയ ലോകം സിന്ദാബാദ് ആകുന്നു. അതായത് പുതിയ ലോകത്തിൻ്റെ ജയമുണ്ടാകുന്നു. ഈ ലക്ഷ്മി നാരായണൻ പുതിയ ലോകത്തിൻ്റെ അധികാരികളായിരുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്. പഴയ ലോകത്തിൻ്റെ വിനാശം മുൻപും മോസലുകളിലൂടെ നടന്നിരുന്നു. മഹാഭാരത യുദ്ധം നടന്നിരുന്നു. ആ സമയം ബാബ രാജയോഗവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രാക്ടിക്കലിൽ ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബാബയാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരുന്നത്. സത്യമായ ബാബ വരുന്നു. അപ്പോൾ നിങ്ങൾ സദാ സന്തോഷത്തിൽ ഡാൻസ് ചെയ്യുന്നു. ഇതാണ് ജ്ഞാന ഡാൻസ്. അപ്പോൾ ആരാണോ ജ്ഞാന ഡാൻസിൽ താല്പര്യമുള്ളവർ അവരെ തന്നെയാണ് മുന്നിലിരുത്തേണ്ടത്. ആരാണോ മനസ്സിലാക്കാത്തവർ അവർക്ക് കോട്ടുവായി വരും. ഇവർ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നറിയുന്നു. ജ്ഞാനം യാതൊന്നും മനസ്സിലാക്കുകയില്ലെങ്കിൽ അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ടിരിക്കും. ബാബയും ബ്രാഹ്മണിയോട് പറയും, നിങ്ങൾ ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആരാണോ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവരെയാണ് മുന്നിലിരുത്തേണ്ടത്. അവർക്ക് സന്തോഷമുണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കും ഡാൻസ് ചെയ്യണം എന്ന്. ഇതാണ് ജ്ഞാന ഡാൻസ്. കൃഷ്ണനാകട്ടെ ജ്ഞാനം കേൾപ്പിച്ചിട്ടുമില്ല, ഡാൻസും ചെയ്തില്ല. മുരളി എന്നത് ഈ ജ്ഞാനത്തിൻ്റെതാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയം ബാബയെ ഓർമ്മിച്ചുകൊണ്ട് ചക്രത്തെ ബുദ്ധിയിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബാബ, നമ്മളിപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ച് അങ്ങയുടെ അടുക്കൽ വരുന്നു. ഇങ്ങനെ ഓർമ്മിച്ച് ഉറങ്ങണം. എന്നിട്ട് നോക്കണം എന്താണ് ഉണ്ടാകുന്നതെന്ന്. മുൻപ് ശ്മശാനം ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചിലർ ശാന്തിയിലേക്ക് പോകുമായിരുന്നു. ചിലർ നൃത്തമാടാൻ തുടങ്ങുമായിരുന്നു. ആരാണോ ബാബയെ അറിയുകയേ ചെയ്യാത്തത് അവർക്ക് എങ്ങനെ ഓർമ്മിക്കുവാൻ സാധിക്കും? മനുഷ്യർ ബാബയെ അറിയുന്നതേയില്ല. അപ്പോൾ ബാബയെ എങ്ങനെ ഓർമ്മിക്കും? അതിനാൽ ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നെ ആരും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വിവേകം വന്നിരിക്കുന്നു. നിങ്ങൾ ഗുപ്ത യോദ്ധാക്കളാണ്. യോദ്ധാക്കൾ എന്ന പേര് കേട്ട് ദേവിമാർക്ക് പിന്നെ വാളും ബാണവും മറ്റും നൽകിയിരിക്കുന്നു. നിങ്ങൾ യോഗബലത്തിൻ്റെ യോദ്ധാക്കളാണ്. യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാഹുബലത്തിലൂടെ ആരെത്ര തന്നെ ശ്രമിച്ചാലും ജയം നേടുവാൻ സാധിക്കില്ല. ഭാരതത്തിൻ്റെ യോഗം പ്രസിദ്ധമാണ്. ഇത് ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഇതും ആർക്കും അറിയില്ല. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. യോഗം നടക്കുന്നില്ല എന്ന് പറയുന്നു. യോഗം എന്ന അക്ഷരം മാറ്റൂ. കുട്ടികൾ അച്ഛനെ ഓർമ്മിക്കുകയല്ലേ ചെയ്യുന്നത്. ശിവബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ തന്നെയാണ് സർവശക്തിമാൻ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ സദോ പ്രധാനമായി മാറും. എപ്പോൾ സദോ പ്രധാനമായി മാറുന്നുവോ അപ്പോൾ പിന്നെ
ആത്മാക്കളുടെ ഘോഷയാത്ര പുറപ്പെടും. ഈച്ചകളുടെ ഘോഷയാത്രയുണ്ടല്ലോ, അതുപോലെ. ഇതാണ് ശിവബാബയുടെ ഘോഷയാത്ര. ശിവബാബയ്ക്ക് പിന്നാലെ സർവ്വ ആത്മാക്കളും കൊതുകുകളെ പോലെ ഓടിപ്പോകും. ബാക്കി ശരീരങ്ങളെല്ലാം സമാപ്തമാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ബാബയോട് മധുരമധുരമായി സംസാരിക്കണം. ബാബ, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് അങ്ങയുടെ അടുക്കൽ വരുന്നു. ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ഉറങ്ങണം. ഓർമ്മ തന്നെയാണ് മുഖ്യം. ഓർമ്മയിലൂടെയാണ് പവിഴ ബുദ്ധിയാകുന്നത്. 5 വികാരങ്ങളുടെ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ദേഹി അഭിമാനി ആയിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അളവറ്റ സന്തോഷത്തിലിരിക്കണം. ജ്ഞാന ഡാൻസ് ചെയ്യണം. ക്ലാസ്സിൽ അലസത വ്യാപിപ്പിക്കരുത്. വരദാനം: സേവനത്തിലൂടെ അനേകം ആത്മാക്കളുടെ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കി സദാ മുന്നോട്ടു പോകുന്ന മഹാദാനിയായി ഭവിക്കട്ടെ. മഹാദാനി ആവുക എന്നാൽ മറ്റുള്ളവരുടെ സേവനം ചെയ്യുക. മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നതിലൂടെ സ്വയം തൻ്റെ സേവനം സ്വതവേ നടക്കുന്നു. മഹാദാനി ആവുക എന്നാൽ സ്വയം തന്നെ സമർത്ഥമാക്കുക എന്നർത്ഥം. എത്രത്തോളം ആത്മാക്കൾക്ക് സുഖത്തിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ദാനം നൽകുമോ അത്രയും ആത്മാക്കളുടെ പ്രാപ്തിയുടെ ശബ്ദം അഥവാ കൃതജ്ഞത ഏതൊന്നാണോ പുറപ്പെടുന്നത് അത് താങ്കൾക്ക് ആശീർവാദത്തിൻ്റെ രൂപമാകും. ഈ ആശീർവാദം തന്നെയാണ് മുന്നോട്ട് പോകുന്നതിനുള്ള ഉപാധി. ആർക്ക് ആശീർവാദങ്ങൾ ലഭിക്കുന്നുവോ അവർ സദാ സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ദിവസവും അമൃതവേളയിൽ മഹാദാനി ആകുന്നതിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കൂ. ദാനം ഇല്ലാത്ത ഏതെങ്കിലും സമയമോ ദിവസമോ ഉണ്ടാകരുത്. സ്ലോഗൻ: ഇപ്പോഴുള്ള പ്രത്യക്ഷ ഫലം ആത്മാവിന് പറക്കുന്ന കലയുടെ ബലം നൽകുന്നു. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ബാബയ്ക്ക് സമീപവും സമാനവും ആകുന്നതിനായി ദേഹത്തിലിരിക്കെ വിദേഹി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഏതുപോലെ കർമാതീതം ആകുന്നതിൻ്റെ എക്സാമ്പിൾ സാകാരത്തിൽ ബ്രഹ്മ ബാബയെ കണ്ടു, അതേപോലെ ഫോളോ ഫാദർ ചെയ്യൂ. എപ്പോൾ വരെ ഈ ദേഹമുണ്ടോ കർമ്മേന്ദ്രിയങ്ങളോടൊപ്പം ഈ കർമ്മക്ഷേത്രത്തിൽ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണോ അപ്പോൾ വരെയും കർമ്മം ചെയ്യുമ്പോഴും കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരം എടുക്കൂ. വേറിട്ടവർ ആവുകയും ചെയ്യൂ. ഈ അഭ്യാസം വിദേഹിയാക്കി മാറ്റും. ഓം ശാന്തി. മനസ്സാ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാൻ ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും
പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻസ് സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.